ഹലോ ഗായ്സ്, യാസിൻ കരിക്കര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ AI എന്ന് പറയുന്ന ടെക്നോളജിയെ കുറിച്ചാണ്. AI ഈസ് കോൺക്വറിങ് ദിസ് വേൾഡ് എന്ന് തന്നെ പറയാം. സോ എലോൺ മസ്ക്, നമ്മുടെ വേൾഡ് റിച്ചസ്റ്റ് മാൻ പറഞ്ഞ പോലെ AI ഈസ് ടു ഡേഞ്ചറസ് ആണ്. അത് AI ഡേഞ്ചർ തന്നെയാണ്. AI ഡേഞ്ചറാണ്, നമ്മളുടെ ജോലിക്കും എല്ലാത്തിനും AI ഡേഞ്ചർ തന്നെയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. സോ എന്താണ് AI? ഒരു ടെക്നോളജിയാണ്. അതിൻ്റെ 20-30% മാത്രമേ ഇതുവരെ ഡിസ്കവർ ആയിട്ടുള്ളൂ. റെസ്റ്റ് ഓഫ് ദം എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യും. നമ്മൾ ഒരുപാട് വീഡിയോസും റീൽസൊക്കെ കാണുന്നുണ്ട്. ഈവൻ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും അത് AI ആണോ അതോ ഒറിജിനൽ ആണോ എന്നുള്ളത് പോലെ നമുക്ക് സംശയമാണ്. അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ് ഈ AI വീഡിയോസിന്. അത് നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. സോ AI എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ AI എന്ന് പറയുന്ന ടെക്നോളജി ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഫോട്ടോ വീഡിയോ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊരു AI സംഭവമാണ്, AI ടൂളാണ് എന്നുള്ളതാണ്. ടെക്സ്റ്റിനെ എന്താക്കാം, വീഡിയോ ആക്കാം, അതേപോലെ തന്നെ ഇമേജിനെ വീഡിയോ ആക്കാം, കൺവേർട്ട് ചെയ്യാം. ഇതൊക്കെ AI ടൂൾസ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സോ നമ്മൾ ചെയ്യാൻ പറ്റിയ നമുക്ക് ഏറ്റവും ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എംപ്ലോയർ ആണ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുക, അപ്സ്കിൽ ചെയ്യുക. അപ്പോൾ ഒരു AI സ്കില്ല് നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക. അല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ ജോലി റിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഫയർഡ് ആവോ ഒന്നുമില്ല. കാരണം അതൊക്കെ വെറും ഫേക്ക് ആർഗ്യുമെന്റ്സ് മാത്രമാണ്. കാരണം AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൻ മെയ്ഡ് ആണ്, അല്ലേ? എല്ലാം ഒരു ഹ്യൂമൻ മെയ്ഡ് ആണ്. സോ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, അപ്സ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല പൊസിഷനിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഒരുപാടധികം ടൂൾസുകൾ അവൈലബിൾ ആണ് AIയിൽ എന്നുള്ള കാര്യമുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ടെക്നോളജിയെ എന്താ പറയുക, നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ടെക്നോളജീസിനെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ കാര്യം. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ എന്താ പറയുക, അത് കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇനിയും ഫ്യൂച്ചറിൽ ഇതിനൊരു ഓവറായിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓവറായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, AI ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ കാണും. അപ്പോൾ ഇതെന്താണ്, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വേണ്ട. കാരണം ഇതെല്ലാം അതിൻ്റെ കൂടെ പോകുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തൊക്കെ ഒരുപാട് ടെക്നോളജീസ് ഇവിടെ വന്നു, അല്ലേ? അപ്പോൾ ഇതൊക്കെ കൂടുതലും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലായിരുന്നു ഈ കൂടുതൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരുടെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പറ്റും ആൾക്കാർക്ക് ഇത് ദഹിച്ചിരുന്നില്ല, അവർക്ക് ഇത് പറ്റിയിരുന്നില്ല എന്നുള്ളത് പറയാം. കാരണം അതൊരു സെക്യൂർഡ് അല്ല. അപ്പോൾ 1 lakh 2 lakh ഒരു ലിമിറ്റേഷൻ വെച്ച് നേരെ ഒരൊറ്റ സെൻഡ് അടിച്ചാൽ ഒറ്റ ട്രാൻസ്ഫർ ആണ്. അതെങ്ങനെ ഒരു സെക്യൂർഡ് ആവും? ചിലപ്പോൾ ആ ക്യാഷ് പോയാലോ, ആ ക്യാഷ് വന്നില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഓരോ സംശയങ്ങളും അപ്പോഴും ബാങ്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ നോക്കുക, കേരളത്തിലെ 90% അല്ലെങ്കിൽ എത്രയാണോ ഒരുപാട് ആളുകളുടെ ഫോണിലും ഈ ഗൂഗിൾ പേയും ഫോൺ പേയും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എല്ലാവരുടെ ഫോണിലും ഉണ്ട്, എല്ലാ ഷോപ്പിലും ഉണ്ട്. കാരണം അതില്ലാതെ അവർക്കുള്ളൊരു ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ച് ഞാൻ പല ഷോപ്പുകളിൽ നിന്നും ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ അടുത്ത് അതുണ്ടോ? അതില്ല എന്ന് പറയാൻ അവർക്കൊരു മടിയാണ്. ഇപ്പോൾ എല്ലാതും അങ്ങനത്തെ ഒരു കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ ഇല്ലാന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നുമില്ല, നമുക്ക് എല്ലാത്തിനും ജീവിക്കാൻ പറ്റും. ഇപ്പോൾ AI ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപകാരമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ അപ്പോൾ AI എന്ന് പറയുന്ന ടെക്നോളജിയിൽ ഒരുപാട് ടൂൾസുകളുണ്ട്. ആ ടൂൾസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂളാണ് ChatGPT എന്ന് പറയുന്ന ടൂൾ. ഈ ഒരു ChatGPTനെ കുറിച്ച് നിങ്ങൾ മിക്ക ആളുകളും കേട്ടിട്ടുണ്ടാവും. ചുരുക്കം ചില ആളുകൾ മാത്രം അത് ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഒരു സംശയമില്ല, 100% ഉറപ്പാണ്. സോ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ആരായിക്കോട്ടെ, എംപ്ലോയിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എക്സ്പ്ലോർ ചെയ്യണം. എന്താണ് ChatGPT എന്ന ഒരു ബേസിക് കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം വേണം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉത്തരം വേണം. നിങ്ങൾക്ക് ആ ഉത്തരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ ChatGPTയോട് ചോദിക്കുക. ChatGPTയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ChatGPT അതിൻ്റെ ഉത്തരം തരും. സോ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളിടത്താണ് ഈ ChatGPTൻ്റെ പ്രശ്നം വരുന്നത്. സിമ്പിൾ ഇൻ്റർഫേസ് ആണ്, ഒരു വിഷയമില്ല. ജസ്റ്റ് ഗൂഗിളിൽ കയറുക, ChatGPT അടിക്കുക, ഫസ്റ്റ് കയറുന്ന ലിങ്കിൽ കയറുക. ആ ഒരു കാണുന്ന ഇൻ്റർഫേസ് ആണ്. നിങ്ങൾക്ക് ഫോട്ടോസോ ഡോക്യുമെൻറ്റ്സോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലോഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റ്, ആ കൊടുക്കുന്ന ടെക്സ്റ്റ് ഞാൻ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞത്. ആ പ്രോംപ്റ്റ് നിങ്ങൾ ഏതിൽ പഠിക്കണം? ഒരു ബേസിക് ഇംഗ്ലീഷ് പോരാ. എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടാൻ നിങ്ങൾക്ക് കിട്ടും, ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടും. പക്ഷെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല,
കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് കിട്ടില്ല. അതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുക. അപ്പോൾ ആ പ്രോംപ്റ്റ് നിങ്ങൾ എഴുതാൻ തീർച്ചയായിട്ടും പഠിക്കണം. ChatGPT യൂസ് ചെയ്യുമ്പോൾ 100% എന്താ പറയുക, ഫ്രീ ആണത്. നിങ്ങൾക്ക് പെയ്ഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആണ്. ലിമിറ്റേഷൻ ഉണ്ടാവും, പെർ ഡേ യൂസേജിന് ലിമിറ്റേഷൻ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും 100% ഫ്രീ ആണ്. ഒരു രൂപ നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല ChatGPT ഒന്ന് യൂസ് ചെയ്യാൻ. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ കൂടിയാണ്. എനിക്കറിയാം, ഞാൻ ഒരുപാട് കുട്ടികൾക്ക് AI ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുള്ള ഒരാളാണ്. സോ എൻ്റെ എനിക്കൊരു ടോപ്പ് മേറ്റ് പേജ് ഉണ്ട്. ആ ടോപ്പ് മേറ്റ് പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രോംപ്റ്റ് 500+ പ്രോംപ്റ്റും അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഗൈഡും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ മനസ്സിലാക്കണം, കൂടുതൽ അറിയണം, നിങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു അഡ്വാൻസ് ലെവലിലോട്ട് എത്തുന്ന ഒരു മാസ്റ്റർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് എടുക്കുക. എൻ്റെ ടോപ്പ് മേറ്റ് പേജ് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ടെക്നോളജിയുടെ